മനസ്സിനെയും ശരീരത്തെയും പുനരുജ്ജീവിപ്പിച്ചു. 90-കാരന് പോലും 19-കാരൻ്റെ തേജസ്സും ഓജസ്സും കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നായാണ് പിന്നീട് കായകൽപ്പയെ ആചാര്യന്മാർ വിശേഷിപ്പിച്ചത്. 300 വർഷത്തോളം ജീവിച്ച് ഈ ലോകത്തെ സേവിച്ച് പഴനിയിൽ സമാധി വരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സിദ്ധരിൽ പ്രധാനിയായ ഭോഗർ സിദ്ധരാൽ സ്ഥാപിതമായതാണ് പഴനി മുരുകക്ഷേത്രം. അവിടുത്തെ പ്രതിഷ്ഠ വൈദ്യത്തിൽ അഗ്രഗണ്യനായിരുന്ന ഭോഗർ നവപാഷാണങ്ങളാൽ തീർത്തതാണെന്ന് കരുതപ്പെടുന്നു. അഷ്ടസിദ്ധികളും സ്വായത്തമാക്കിയ ഭോഗർ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന സഞ്ജീവനി തന്ത്രം സ്വായത്തമാക്കാനായി നവനാഥ സിദ്ധന്മാരെ കാണാൻ മേരുമലയിലേക്ക് തിരിച്ചു. തൻ്റെ തപശക്തിയാൽ നവനാഥ സിദ്ധരെ പ്രത്യക്ഷപ്പെടുത്തിയ അദ്ദേഹം അവരോട് സഞ്ജീവനി തന്ത്രം ഗ്രഹിക്കുക എന്ന തൻ്റെ ആവശ്യം ഉന്നയിച്ചു. എന്നാൽ മരണം ഒരു മുക്തിയായതിനാൽ തന്നെ മരിച്ചവരെ പറ്റി ചിന്തിക്കേണ്ട എന്നും ജീവിച്ചിരിക്കുന്നവരെ ദീർഘകാലം ആരോഗ്യകരമായി തങ്ങളുടെ കർമ്മങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ ശേഷിയോടെ ജീവിക്കാൻ സഹായിക്കുന്ന കായകൽപ്പ മാർഗങ്ങൾ ഉപദേശിച്ചു. മനസ്സിനെയും ശരീരത്തെയും പുനരുജ്ജീവിപ്പിച്ചു. 90-കാരന് പോലും 19-കാരൻ്റെ തേജസ്സും ഓജസ്സും കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നായാണ് പിന്നീട് കായകൽപ്പയെ ആചാര്യന്മാർ വിശേഷിപ്പിച്ചത്.